ഹായ്, കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മുരിങ്ങക്ക വെച്ചിട്ട് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളൊന്ന് കാണണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു കടായി ചൂടായ ശേഷം അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതിലോട്ട് 7-8 ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി ഒന്ന് എണ്ണയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് തേങ്ങയാണേ. തേങ്ങയും കൂടി ചേർക്കുവാണേ. എന്നിട്ട് നമുക്ക് ആദ്യം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ഒന്നിങ്ങനെ ഒരു ബ്രൗൺ കളർ പോലെ വരണം. നമുക്ക് തേങ്ങയുടെ പച്ചമണക്കൊന്ന് പോകണം കേട്ടോ, അതുവരെ വഴറ്റാം. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് ഒരു വറ്റൽമുളകാണേ. പിന്നെ 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതെല്ലാം ഒരു വാടി വരണം. എല്ലാം നമുക്കതിൽ വാടി വരേണ്ടത് തന്നെയാണ്. അവിടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ആദ്യം 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തല്ലോ, അത് 1/2 സ്പൂണും കൂടി ചേർക്കുവാണ് കേട്ടോ. പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒന്ന് ഏകദേശം വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുവാണേ. പിന്നെ അതിന് ശേഷമാണ് ഈ വഴറ്റിയതൊക്കെ ഞാൻ അതിലോട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ അരപ്പൊന്നും പറ്റി പിടിക്കുകയൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അരപ്പ് അവിടെ നിൽക്കട്ടെ കേട്ടോ. വീണ്ടും നമ്മൾ കടായി ചൂടാക്കിയ ശേഷം അതിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. പിന്നെ 1/4 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം ഒന്ന് നമുക്കൊന്ന് വഴറ്റാം കേട്ടോ. ജീരകം ഒന്ന് നമ്മൾ പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് അതിലേക്ക് വഴറ്റാം. ജീരകം ഒന്ന് കുറച്ച് റെഡി ആയിട്ടുണ്ടേ. പിന്നെ ഞാനൊരു സവാള, ഒരു വലിയ സവാള തന്നെ കേട്ടോ, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഞാൻ ചോപ്പർ ഉപയോഗിച്ച് ചോപ്പ് ചെയ്തതാണേ. അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2 ചെറിയ തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിനൊഴിച്ച് ചേർത്ത് കൊടുക്കുകയാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. സവാളയും തക്കാളിയും കൂടെ നമുക്ക് എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3/4 സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യം പോലെ നമുക്ക് ചേർക്കാമല്ലോ. ഉപ്പ് നമ്മൾ ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നോക്കിയ ശേഷം നമുക്ക് വീണ്ടും ചേർക്കാം കേട്ടോ. സവാളയും തക്കാളിയും നന്നായിട്ട് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കതിനോട്ട് അതിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണേ. ഒരു വീണ്ടും നമുക്ക് വഴറ്റാം. നന്നായിട്ട് വഴറ്റാം. നമുക്ക് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് വെന്ത് വന്നോട്ടെ. അതും കൂടെ നമുക്ക് വഴറ്റാം. ഇനി നമുക്കുണ്ടല്ലോ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ. ഇത് ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ. ഇത് 5 മിനിറ്റായി ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ അരപ്പ് അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മിക്സിയുടെ ജാറിലോട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരപ്പ് തക്കാളിയുടെ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിലുള്ളത് കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും 1/2 കപ്പും കൂടെ വെള്ളം ഒഴിക്കുവാണേ. നമ്മൾ വെള്ളം നന്നായി കുറവല്ലേ ഉണ്ടായത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിക്കുക അതിലോട്ട്. വീണ്ടും വെള്ളം ഒഴിച്ച ശേഷം നമുക്കൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. പുളിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറിക്കൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പുളി എന്തായാലും ചേർക്കണേ. ആരും മിസ് ചെയ്യാൻ പാടില്ല. അത് പുളിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് അടച്ച് വെച്ചൊന്ന് തിളക്കട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ്, ഏകദേശം ഒരു 5 മിനിറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത്. നമുക്ക് മുരിങ്ങക്ക ചേർത്തില്ലല്ലോ. ഇനി നമുക്ക് മുരിങ്ങക്ക ചേർത്ത് കൊടുക്കാം. ഞാനൊരു 200 ഗ്രാം മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങക്ക നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇളക്കാം കേട്ടോ. നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇളക്കിയ ശേഷം നമുക്ക് 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. നമുക്ക് മുരിങ്ങക്ക വെന്തില്ലല്ലോ. നമുക്കൊരു 5 മിനിറ്റ് അതൊന്ന് വെന്തോട്ടെ കേട്ടോ. ഒരു 2 മിനിറ്റ് ആയതേലും ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാനാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് അടച്ച് വെച്ചത് 2-3 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് മുരിങ്ങക്ക ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതൊരു സെർവ് ചെയ്യുന്നതിലോട്ട് മാറ്റാം കേട്ടോ. വീഡിയോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല റെസിപ്പി അല്ലേ ഇത്?
മുരിങ്ങക്ക സാധാരണ രീതിയിൽ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നല്ലൊരു മസാലക്കൂട്ടുള്ള ഒരു മുരിങ്ങക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നല്ല സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഒരുപാട് ആഗ്രഹത്തിലും പ്രതീക്ഷയിലും തുടങ്ങിയതാണ് ഈ ചാനൽ. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.